മോഹൻലാലും പ്രിയദർശനും ഒരുമിക്കുന്ന ക്രൈം ത്രില്ലർ ചിത്രം ഒപ്പത്തിൻ്റെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും. ഒരു കാലത്ത് മലയാളികളെ ചിരിപ്പിച്ചും ഇടയ്ക്ക് കണ്ണു നനയിച്ചും ഒപ്പം കൂടിയവയാണ് പ്രിയദർശനും മോഹൻലാലും ഒരുമിച്ച ഒരുപിടി ചിത്രങ്ങൾ. എന്നാൽ ഒരു ദശാബ്ദക്കാലം മുൻപിറങ്ങിയ ചന്ദ്രലേഖയ്ക്ക് ശേഷം ഇവരൊരുമിച്ചെത്തിയ സിനിമകൾക്ക് ഈയൊരു മികവ് എവിടെയോ കൈമോശം വന്നു. മൺചിത്രത്താഴിന്റെ തുടർച്ചയെന്ന മേനിയിൽ ഒടുവിലെത്തിയ ഗീതാഞ്ജലി ആവട്ടെ കാണികളെ വെറുപ്പിച്ചാണ് തിയേറ്റർ വിട്ടത്. മാറി ചിന്തിക്കേണ്ട നേരമായെന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടാണോ എന്നറിയില്ല. അതെന്തായാലും പതിവ് കോമഡി ചിത്രങ്ങളിൽ നിന്നും കളർ മാറി ചവിട്ടുകയാണിതിൽ പ്രിയദർശൻ. പക്ഷേ പ്രേക്ഷകരെ തിരിച്ചൊപ്പം കൂട്ടാനുള്ളത് ഒപ്പിക്കാൻ ഇപ്പോഴും പ്രിയനായില്ലെന്നതാണ് ചിത്രത്തിന്റെ ബാക്കി പത്രം. പരോപകാരിയും ഏവരുടെയും വിശ്വസ്തനുമായ ജയരാമൻ, അയാളെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാക്കുന്ന ഒരു റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസിനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെട്ട വാസു, ഇവർക്കിടയിൽ ആരുടെയെന്ന് കൃത്യമായി പറയാത്തൊരു മകൾ, കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസുകാർ, പിന്നെ അവരെ ചുറ്റിപ്പറ്റി കുറേ പേർ. ഗോവിന്ദ് വിജയന്റെ ആശയത്തെ അധികരിച്ച് പ്രിയനെഴുതിയ സിനിമാ കഥയിൽ ഇത്രയൊക്കെയാണ് കഥാപാത്രങ്ങൾ. ഇവരെയൊക്കെ കാണിച്ചും പരിചയപ്പെടുത്തിയും തീരുന്ന ആദ്യ പാതി, കുട്ടിയെ രക്ഷിക്കുക എന്ന ജയരാമന്റെ ഉദ്യമം കാട്ടുന്ന രണ്ടാം പാതി, ഒടുവിൽ വില്ലന്റെ കഥ കഴിച്ചു കുട്ടിയെ രക്ഷിച്ചയാൾ മകളായി സ്വീകരിക്കുന്നിടത്ത് ചിത്രത്തിന് ശുഭാന്ത്യം. തികച്ചും സാധാരണമായ ഈ കഥയ്ക്ക് മറ്റൊരു മാനം നൽകുന്നത് ജയരാമന് കാഴ്ചശേഷി ഇല്ലെന്നതാണ്. എന്നാൽ കാഴ്ചയുള്ളവരെക്കാൾ നന്നായി പരിസരങ്ങളെ അറിയാൻ അയാൾക്കാവും. ഇങ്ങനെയുള്ള ജയരാമനെ നന്നായി ചെയ്തു വെച്ച മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഒപ്പത്തിന്റെ ജീവൻ. അല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഇപ്പോഴും ഒരേ വണ്ടി നമ്മളെ കടന്നുപോയോ? സാറ് ശ്രദ്ധിച്ചോ? മറ്റ് കഥാപാത്രങ്ങളായെത്തിയ സമുദ്രക്കനി, ബേബി മീനാക്ഷി, നെടുമുടി വേണു, അനുശ്രീ, രഞ്ജി പണിക്കർ തുടങ്ങിയവർ, പിന്നെ ചെറുവേഷങ്ങളിലെത്തിയ ഒരുപിടി അഭിനേതാക്കൾ, ഇവരൊക്കെ പ്രതീക്ഷിക്കാവുന്ന രൂപഭാവങ്ങളിൽ ലാലിനൊപ്പമുണ്ട്. കണ്ണുള്ളവരാരും കാണാത്തൊരു കൊലപാതക, കണ്ണില്ലാത്ത ഇവൻ മാത്രം കണ്ടു. ഇതെല്ലാം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. MG ശ്രീകുമാർ ഒറ്റയ്ക്ക് പാടിയ ടൈറ്റിൽ ഗാനം, പിന്നീട് ശ്രേയ ജയദീപിനൊപ്പം പാടിയ മിനുങ്ങും മിന്നാമിനുങ്ങെ ആഘോഷപ്പാട്ടായി പല നാളായി. നായകന്റെ സംഗീതത്തിലെ പ്രാഗൽഭ്യം കാട്ടിയില്ലെങ്കിൽ അതൊരു കുറവാകുമെന്ന തോന്നലിലാവാം ഇവയൊക്കെ ചിത്രത്തിൽ ഇടം നേടിയത്. ഛായാഗ്രഹണവും ദൃശ്യപരിചരണവും ഒക്കെ ചിത്രത്തിന് ഉതകുമ്പോൾ ബഹളം മാത്രമാവുന്ന പശ്ചാത്തല സംഗീതം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചിത്രത്തോട് ചെയ്തത്. നായകനൊരു ഇരുത്തം വന്ന കളരി അഭ്യാസി കൂടിയാണെന്ന് തുടക്കത്തിൽ പറയുന്നത് കാണിക്കാൻ ഒരു സംഘട്ടന രംഗവും ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്. ആരാധകർക്കിവിടെ കയ്യടിക്കാം. ഞെക്കിപ്പഴുപ്പിച്ച ഒരു കഥയിൽ ചില വൈകാരിക രംഗങ്ങളും പാട്ടുമൊക്കെ ചേർത്ത് വലിച്ചു നീട്ടിയൊരു സിനിമ. ഇതിനപ്പുറം ഒരു ത്രില്ലറായൊക്കെ ഒപ്പത്തെ വിലയിരുത്തുന്നത് കടുപ്പമാവും. ജയരാമൻ എന്ന മോഹൻലാൽ കഥാപാത്രം സിനിമയ്ക്ക് നൽകുന്ന കൗതുകത്തിലുപരി ഉദ്യോഗമോ ആകാംക്ഷയോ ഒന്നും ഒരു ഘട്ടത്തിലും ചിത്രം ഉയർത്തുന്നില്ല. ചിത്രത്തിന്റെ ട്രെയിലർ നൽകിയ പ്രതീക്ഷകൾക്കൊപ്പമെങ്കിലും ഒപ്പമെത്താൻ കൂടുതൽ മെച്ചപ്പെട്ടൊരു ശ്രമം തിരക്കഥയിലും സംവിധാനത്തിലും പ്രിയദർശനിൽ നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നു. അതുണ്ടാവാത്തിടത്ത് ഒപ്പത്തിന്റെ കഥയും തീരുന്നു. ചലച്ചിത്ര പ്രേമികളുടെ സിനിമ ആപ്പായ സിനിബിയിലൂടെയും ചിത്രവിശേഷം ഇപ്പോൾ നിങ്ങളിലെത്തുന്നു. ഈ ചിത്രത്തിന് സിനിബി നൽകുന്ന റേറ്റിംഗ് ഓക്കെ. ഏവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ചിത്രവിശേഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ തീരുന്നു. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.